ലോകം മുഴുവൻ അമേരിക്കയ്ക്ക് മുന്നിൽ തല കുനിക്കാൻ ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ തോക്കുകളല്ല, മറിച്ച് അവരുടെ ഡോളർ. എണ്ണ വാങ്ങണോ? ഡോളർ വേണം. കച്ചവടം നടക്കണോ? ഡോളർ വേണം. ആ ഒരു ആണിക്കല്ലാണ് ഇപ്പോൾ ഇളകുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നട്ടല്ലായിരുന്ന പെട്രോ ഡോളർ സംവിധാനം തകർച്ചയുടെ വക്കിലാണ്. ലോകം അമേരിക്കയോട് മെല്ലെ പറയുകയാണ്, ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോളർ വേണ്ട. ഇതെങ്ങനെ സംഭവിച്ചു നോക്കാം. കണക്കുകൾ കള്ളം പറയില്ല. പതിറ്റാണ്ടുകളായി ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 80% നിയന്ത്രിച്ചിരുന്നത് US ഡോളർ തന്നെയായിരുന്നു. എന്നാൽ 2026 ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ കുത്തകാവകാശം ചരിത്രത്തിലാദ്യമായി 20% ഇതര കറൻസികളിലേക്ക് വഴിമാറിയിരിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, ഇന്ന് ലോകത്ത് വിൽക്കപ്പെടുന്ന 5-ൽ 1 വീപ്പ എണ്ണയ്ക്കും പണം നൽകുന്നത് ഡോളറിലല്ല. ചൈനയും റഷ്യയും ഇറാനും, എന്തിന് അമേരിക്കയുടെ പഴയ വിശ്വസ്തരായ സൗദി അറേബ്യ പോലും സ്വന്തം കറൻസികളിൽ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. ആഗോള വിപണിയിൽ ഡോളറിന്റെ കരുതൽ ശേഖരം 71% നിന്ന് 56% കൂപ്പുകുത്തി. ഇതൊരു ചെറിയ വീഴ്ചയല്ല, വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക ഭൂകമ്പത്തിന്റെ സൂചനയാണ്. ഇതൊരു സുപ്രഭാതത്തിൽ അങ്ങ് സംഭവിച്ചതൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ബ്രിക്സ് എന്ന കൂട്ടായ്മയാണ്. ബ്രിക്സ് എന്താണെന്ന് നമുക്കറിയാം. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഗുണ്ടായിസം ഇനി സഹിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു ക്ലബ്ബാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നിവർ തുടങ്ങിയ ഈ ഒരു കൂട്ടായ്മയിൽ ഇപ്പോൾ ഇറാനും UAEയും ഉൾപ്പെടെയുള്ള വമ്പന്മാരും അംഗങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എണ്ണ വ്യാപാരത്തിന് ഡോളർ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന അലിഖിത നിയമം അമേരിക്ക ഉണ്ടാക്കിയിരുന്നു. ഇതിനെയാണ് നമ്മൾ പെട്രോ ഡോളർ സംവിധാനം എന്ന് വിളിക്കുന്നത്. ഈ സംവിധാനമാണ് അമേരിക്കയെ ലോക പോലീസാക്കി മാറ്റാൻ ശക്തി പകർന്നത്. എന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ സ്വന്തം കറൻസികൾ, അതായത് ഇന്ത്യൻ രൂപയും റഷ്യൻ റൂബിളും ചൈനീസ് യുവാനും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അമേരിക്കയുടെ ഡോളർ എന്ന ആയുധത്തിന് മൂർച്ച പോയിരിക്കുന്നു. ഇവിടെയാണ് ഒരു ചെറിയ തമാശ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും മുൻ അമേരിക്കൻ ഭരണകൂടങ്ങളുടെയും ഉപരോധങ്ങളും കടുപിടുത്തങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇതിന് വേഗം കൂട്ടിയത്. ഞങ്ങളെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡോളർ തരില്ല എന്ന അമേരിക്ക ഭീഷണിപ്പെടുത്തിയപ്പോൾ ലോക രാജ്യങ്ങൾ, എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോളർ വേണ്ടേ വേണ്ട എന്ന് തിരിച്ചു പറഞ്ഞു. അമേരിക്കയുടെ അനുജന്മാരായ യൂറോപ്യൻ യൂണിയൻ പോലും ഇപ്പോൾ ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നത് അപകടമാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് ഡോളർ കൊടുത്തല്ല, മറിച്ച് റൂബിൾ കരാർ വഴിയാണ്. ചൈനയാകട്ടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ സ്വന്തം കറൻസിയായ യുവാൻ ആണ് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ട്രഷറിയിൽ പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് ലോകത്തിന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഫലമോ, സാമ്പത്തിക ഭൂപടത്തിൽ അമേരിക്ക ഒറ്റപ്പെടുകയാണ്. ഇതിനർത്ഥം നാളെ രാവിലെ ഡോളർ ഇല്ലാതാകും എന്നൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക കേന്ദ്രബിന്ദുവായിരുന്ന ഏകധ്രുവ ലോകം അവസാനിച്ചിരിക്കുന്നു. ഡോളർ രാജാവായിരുന്ന കാലം കഴിഞ്ഞു. ഇനി കളി മാറുകയാണ്. ആ കളിയിലെ നിയമങ്ങൾ എഴുതുന്നത് വാഷിംഗ്ടൺ DC-യിൽ ഇരിക്കുന്നവരല്ല, മറിച്ച് ബ്രിക്സ് പോലെയുള്ള പുതിയ ശക്തികളായിരിക്കും. റഷ്യയും ചൈനയും ഇന്ത്യയുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.